ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിഷാസ് ഹോം കുക്കിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അത് നമുക്ക് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. സാധാരണ നമ്മൾ ചെയ്യുന്നത് വെള്ളം തിളപ്പിച്ചിട്ട് നമ്മൾ പൊടി വാട്ടി കുഴച്ചാണ് ഇടിയപ്പം ഉണ്ടാക്കുന്നത് അല്ലേ. അപ്പോൾ ഞാൻ ചിലരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇടിയപ്പം ഹാർഡായി പോകുന്നു, വെള്ളത്തിന് തിള കറക്റ്റായിട്ട് വന്നില്ലെങ്കിൽ കുഴയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുന്നില്ല എന്നൊക്കെയുള്ളത്. അപ്പോൾ നമുക്കിവിടെ ഉണ്ടാക്കുന്നത് വളരെ സോഫ്റ്റായിട്ട് പഞ്ഞി പോലത്തെ ഇടിയപ്പമാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാനിവിടെ 2 രീതിയിൽ ഇടിയപ്പം ഉണ്ടാക്കുന്നത് കാണിക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അരി വെച്ചും അരിപ്പൊടി വെച്ചും. അപ്പോൾ 2 രീതിയിൽ ഉണ്ടാക്കിയാൽ നല്ല സോഫ്റ്റായിട്ടുള്ള ഇടിയപ്പമാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയി നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പം ആദ്യം നമുക്ക് ഈ അരി വെച്ചിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. ഞാനിതിനൊരു 1 കപ്പ് അരിയാണ് എടുത്തത്. 4 മണിക്കൂർ നല്ലപോലെ കഴുകിയിട്ട് വെള്ളത്തിൽ കുതിർത്താൻ വെച്ചതാണ്. അപ്പോൾ അതിനെ അരിക്കാനായിട്ട് മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കാം. നല്ല സ്മൂത്തായിട്ട് നല്ല പഞ്ഞി പോലെ നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം അരയ്ക്കാനായിട്ട് 1/2 കപ്പ് വെള്ളം, കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയെങ്കിൽ നന്നായിട്ട് അരഞ്ഞ് കിട്ടത്തുള്ളൂ. അപ്പോൾ നല്ലപോലെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനൊരു നോൺ സ്റ്റിക്ക് പാനിലോട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നോൺ സ്റ്റിക്ക് പാനാണ് കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നത്. ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക. അതിനുശേഷം നമുക്ക് ഇതിനകത്തോട്ട് ഒരു 1.5 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം ഇത് നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. കൂടെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കൊടുത്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയാണ്, 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്ത് വെച്ചിട്ട്, ഇപ്പം ഞാൻ തീയൊന്നും കത്തിച്ചിട്ടില്ല കേട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തീ ഓൺ ചെയ്യാം. തീ ഓൺ ചെയ്തതിന് ശേഷം മീഡിയം തീയിൽ വെച്ചിട്ട് പതുക്കെ നമുക്കിതിനെ വെള്ളം നല്ലപോലെ പറ്റിച്ച് എടുത്തുകൊണ്ട് വരാം. ഒരു 5-8 മിനിറ്റോട് നമുക്കിതെല്ലാം കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അത് കൈവിടാതെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണേ, കൈ വിട്ടു പോകരുത്. കൈവിടാതെ നല്ലപോലെ ഇളക്കണം, എന്നല്ലെങ്കിൽ പിന്നെ ഇടയ്ക്ക് അവിടെ എവിടെയെങ്കിലും പിടിച്ചൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. കണ്ടോ, അപ്പോൾ ഇതിൻ്റെ വെള്ളം എത്രത്തോളം ഉണ്ടോ അത് മുഴുവൻ പറ്റി നല്ല സ്മൂത്തായി വിട്ടുന്നവരെ നമ്മളിതിനെ ഇളക്കിക്കൊണ്ടിരിക്കണം. കണ്ടോ, ഓൾമോസ്റ്റ് ഇതിൻ്റെ വെള്ളം പോയിക്കൊണ്ടിരിക്കുവാണ്. ഇപ്പോൾ നമുക്ക് നോക്കിക്കുക എത്ര പഞ്ഞി പോലെയാണ് മാവ് വരുന്നതെന്ന് തന്നെ. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് പിടി കിട്ടും. മാവ് എത്രത്തോളം സോഫ്റ്റ് ആണോ അതിനനുസരിച്ച് നമ്മുടെ ഇടിയപ്പവും നമുക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇങ്ങനെ എടുത്തതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് നമുക്കിതിനെ അടച്ചും കൂടി വെക്കാം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് അരിപ്പൊടിയുടെയും കൂടി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അരിപ്പൊടിക്ക് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് അരിപ്പൊടി, വറുത്ത അരിപ്പൊടി, നമ്മൾ ഇടിയപ്പത്തിനും പാലപ്പത്തിനൊക്കെ മേടിക്കാൻ കിട്ടുമല്ലോ, പാക്കറ്റ് മേടിക്കാൻ കിട്ടുന്ന അതേ പൊടി തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് 1 കപ്പുണ്ട്. അത് ഞാൻ ഇതുപോലെ തന്നെ നേരത്തെ ആ പാനിലോട്ട് തന്നെ ഞാൻ ഇട്ട് കൊടുത്തു. പിന്നെ ഇതിനകത്തോട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാൻ 1.5 കപ്പ് വെള്ളമാണ് ഇതിന് ചേർത്ത് കൊടുത്തത്. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം ഒരു കുറച്ച് ഓയിൽ ഇതിലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ കുറച്ചും കൂടി 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഇവിടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് ഈ പ്രൊസീജിയറൊക്കെ സെയിം ആണ്. ഉള്ളി അരച്ചെടുക്കുന്ന വ്യത്യാസം, പക്ഷേ കുറച്ച് നമ്മൾ ഉണ്ടാക്കി എടുക്കുമ്പോൾ നമുക്ക് ആ ഫീലിംഗ് ഉണ്ട് കേട്ടോ. ശരിക്കും വ്യത്യാസം തോന്നുന്നുണ്ടായിരുന്നു. എനിക്ക് കൂടുതൽ നന്നായിട്ട് തോന്നിയത് എന്താണെന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറയാം. ഇപ്പം ഉണ്ടാക്കിയെടുത്തതിന് ശേഷം കണ്ടോ, ഇതുപോലെ തന്നെ പതുക്കെ മീഡിയം തീയിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തിരിക്കുമ്പോൾ പതുക്കെ ഇതുപോലെ തന്നെ കുറുകി വരും. കറക്റ്റ് അതിൻ്റെ വെള്ളം നല്ലപോലെ കളഞ്ഞ് എടുത്ത് നമുക്ക് മനസ്സിലാകും കേട്ടോ. ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാകും, അത്ര ബുദ്ധിമുട്ടില്ല. അതാണ് ഇതിൻ്റെ വ്യത്യാസം. മറ്റത് ഒഴിച്ചു കഴിഞ്ഞ് വെള്ളം ഒഴിക്കുമ്പോൾ ചിലപ്പോൾ കൂടിപ്പോകും, കുറഞ്ഞു പോകും. ഇതാണ് നമ്മുടെ കൺട്രോൾ. നമുക്ക് കറക്റ്റ് ആ ഒരു പാകമാകുമ്പോൾ നമുക്ക് നിർത്താൻ പറ്റും. കണ്ടോ, ഇപ്പം തന്നെ പിടിച്ചു വരുന്നു വെള്ളത്തിൻ്റെ ഓൾമോസ്റ്റ്. അത് ആ കറക്റ്റ് ഒരു ഇതിൽ എത്തിക്കൊണ്ടിരിക്കുവാണ്. ഒത്തിരി സമയം എടുക്കത്തില്ല, പെട്ടെന്ന് തന്നെ ആകുന്നുണ്ട്. കുറച്ച് സമയം കൂടി കഴിയുമ്പോഴത്തേക്ക് ഇതാ കണ്ടോ, കറക്റ്റ് ആയി വരുവാണിപ്പോൾ. അപ്പോൾ അത് കറക്റ്റ് ആയിട്ട് തീ ഓഫ് ചെയ്ത് ഇതുപോലെ നേരത്തെ പോലെ തന്നെ നമ്മൾ ഇതുപോലെ ഒരു പാത്രത്തിലോട്ട് നമുക്ക് മാറ്റി വെക്കണം. പിന്നെ നമ്മൾ ആ ചീനിച്ചട്ടിക്കകത്ത് തന്നെ വെക്കുവാണെങ്കിൽ അത് ഇരുന്ന് പിന്നെയും ഡ്രൈ ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതേ നമ്മുടെ നേരത്തെ നമ്മൾ അരി കൊണ്ട് അരച്ചതിൻ്റെ മാവ് മാറ്റി വെച്ചത് നമുക്കെടുത്ത് നോക്കാം. അതിൻ്റെ ചൂടൊക്കെ കുറേശ്ശെ മാറിയിട്ടുണ്ട്, കുറച്ച് കുറഞ്ഞു വന്നിട്ടുണ്ട്. എങ്കിലും ഉണ്ട്, അതുകൊണ്ട് കൈകൊണ്ട് പിടിക്കാൻ പറ്റുന്നത് ഞാൻ സ്പാച്ചുല വെച്ച് തന്നെ ഇതൊന്ന് ഇളക്കുവാണ്. ഒന്നും കൂടി ഒന്ന് കറക്റ്റായിട്ടൊന്ന് കുഴച്ച് എടുക്കുന്നു. ഇങ്ങനെ ഒന്നും അങ്ങോട്ടും കൈ ഉപയോഗിക്കുന്നില്ല, പക്ഷെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. കൈയുടെ ആവശ്യം കണ്ടെത്തുക പോലെ അറിയാമല്ലോ, നല്ല സ്മൂത്തായിട്ടാണ് പൊടിയിരിക്കുന്നത്. അപ്പം നമുക്കിനി ആവശ്യമില്ല, കൈ തൊടാതെ തന്നെ നമുക്കത് ഇടിയപ്പത്തിൻ്റെ അച്ചിലോട്ട് നമുക്ക് വെച്ച് കൊടുത്താൽ മതി.
അപ്പോൾ ഞാനിവിടെ ഇടിയപ്പം ഉണ്ടാക്കാനുള്ള തട്ട് അപ്പച്ചമ്പിലാണ് ഉണ്ടാക്കുന്നത്, അതിന് തട്ടെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ അച്ചിനകത്ത് ഞാൻ കുറച്ച് ഓയിൽ ചെയ്തിട്ടാണ്, അത് കാണിക്കാൻ വിട്ടുപോയി, അടുത്ത പ്രാവശ്യം കാണിക്കാം. അപ്പോൾ ഓയിൽ ചെയ്തിട്ടാണ് ഇതിനകത്തോട്ട് കയറ്റിയിരിക്കുന്നത്. വെച്ച് കൊടുക്കുവാണ്. വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി സാധാരണ ഇടിയപ്പം പിഴിഞ്ഞെടുക്കുന്നത് പോലെ തന്നെ ഇതും പിഴിഞ്ഞെടുക്കാം. കുറച്ച് തേങ്ങ, ഇപ്പം ചിലപ്പോൾ നമുക്ക് തേങ്ങ ഇഷ്ടമുള്ളവരാണ് തേങ്ങ, ഇപ്പം ഞാനിപ്പോൾ ഈ സെറ്റിൽ തേങ്ങ ഇട്ടിട്ടുണ്ട്. നമുക്ക് സാധാരണ പോലെ ഇടിയപ്പം പിഴിഞ്ഞെടുക്കാം. കണ്ടോ, പിഴിഞ്ഞെടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പമാണ് പിഴിഞ്ഞു വരുന്നത്. അപ്പം എളുപ്പത്തിൽ പിഴിയുകയും ചെയ്യും, നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. സൂപ്പറായിട്ട് നമുക്ക് സ്മൂത്തായിട്ട് വരുന്നുണ്ട്. കട്ട് ഹാർഡും അല്ല, നമുക്ക് ഒത്തിരി ഫോഴ്സ് ഒന്നും പ്രയോഗിക്കേണ്ടിയും വരുന്നില്ല. ഈസി ആയിട്ട് പിഴിഞ്ഞെടുക്കുകയും ചെയ്യാം. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട അതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചീനിച്ചട്ടിക്കകത്ത് വെള്ളം വറ്റിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കറക്റ്റ് അളവാകുമ്പോൾ നിർത്തണം. കണ്ടോ, നമ്മൾ പിഴിഞ്ഞ് വെച്ചത് നോക്കിക്കുക എത്ര സോഫ്റ്റ് ആണെന്ന്. ഇനി നമുക്ക് അപ്പച്ചമ്പിനകത്ത് ഒരു 5 തൊട്ട് 7 മിനിറ്റ് വരെ സ്റ്റീം ചെയ്തെടുക്കാം. ഇനി നമുക്ക് അരിപ്പൊടിയുടെ നേരത്തെ എടുത്തിട്ട് ചെയ്യുന്ന മാവ് ഒന്ന് കുഴച്ചെടുക്കണം. ഒരു ശകല എണ്ണ കയ്യിൽ തൂത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് ചെയ്തെടുക്കാം. അത് ജസ്റ്റ് ഞാനിതൊന്ന് കുഴച്ച് കാണിക്കുവാണ്. നമ്മൾ നേരത്തെ കൈകൊണ്ട് ഒട്ടും തൊട്ടിട്ടില്ല, ഈ പ്രാവശ്യത്ത് വെറുതെ ഒന്ന് കൈകൊണ്ടൊന്ന് ചെയ്ത് നോക്കുവാണ്. ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സ്മൂത്താണ്, അതും നല്ലതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി അതും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ തട്ടെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഇടിയപ്പത്തിൻ്റെ അച്ചിലോട്ട് കുറച്ച് ഓയിൽ ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തായിരുന്നേ. അപ്പോൾ നേരത്തെ കാണിക്കാൻ വിട്ടുപോയായിരുന്നു. ഇങ്ങനെ ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് എല്ലാം പോരുകയും ചെയ്യും, എളുപ്പമാവും. അത് നട്ട് വെച്ചിട്ട് നമുക്ക് മാവ് എടുത്ത് വെക്കാം. നേരത്തെ പോലെ തന്നെ, ബാക്കി ഇനി വ്യത്യാസമൊന്നുമില്ല. അതുപോലെ തന്നെ മാവ് നമ്മൾ ഇതിനകത്തോട്ട് വെച്ചിട്ട് സാധാരണ ഇടിയപ്പം ഉണ്ടാക്കുന്നത് പോലെ തന്നെ നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇതിനകത്തിപ്പം തേങ്ങ ഇടാതെ ഇടിയപ്പം ചെയ്യുന്നത് കണ്ടോ, എത്ര സ്മൂത്തായിട്ടാണ് വരുന്നതെന്ന് കണ്ടോ. അതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഈസി ആയിട്ടുള്ള ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മറ്റേതാണ് നമ്മൾ ചിലപ്പോഴൊക്കെ മുറിഞ്ഞൊക്കെ പോകാറുണ്ട് അല്ലേ, വെള്ളം ഒഴിച്ച് വരുമ്പോഴത്തേക്കും ചിലപ്പോൾ വിട്ടൊക്കെ പോയി. ഇതിങ്ങനെ കണ്ടിന്യൂസ് ഫ്ലോ ആയിരിക്കും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. മാവ് തീരുന്നത്രയും നേരം ഇങ്ങനെ തന്നെ വീണുകൊണ്ടിരിക്കും. ഇത് കണ്ടോ, ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതും ഇതുപോലെ തന്നെ ആവി കയറ്റിയെടുക്കാം. പിന്നെ ഇത് പ്ലേറ്റിൽ ഒരു ഇടിയപ്പത്തിൻ്റെ ഇങ്ങനെ മിച്ചുണ്ടായിരുന്ന മാവ് ഇങ്ങനെ ഇതുപോലെ എടുത്തതാണ്. അത് നല്ല സോഫ്റ്റായിട്ട്. അപ്പോൾ നമ്മുടെ ഇടിയപ്പം എല്ലാം നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നോക്കി, വളരെ സോഫ്റ്റായിട്ട്, അതുപോലെ തന്നെ കളറൊക്കെ കണ്ടോ, നല്ല വൈറ്റ് കളറിലാണ് നമുക്ക് ഇടിയപ്പം വന്നു കൊണ്ടിരിക്കുന്നത്. നല്ല സോഫ്റ്റായിട്ടുള്ള ഇടിയപ്പമാണ്, ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പം ഇതാണ് നമ്മുടെ അരിപ്പൊടി വെച്ചിട്ടുണ്ടാക്കിയ ഇടിയപ്പം. ആദ്യം കാണിച്ചതാണ് അരി വെച്ചിട്ടുണ്ടാക്കിയ ഇടിയപ്പം. രണ്ടും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പമാണ് കിട്ടിയിരിക്കുന്നത്. എൻ്റെ ഒരു അഭിപ്രായം പറയുവാണെങ്കിൽ എനിക്ക് സോഫ്റ്റ്നെസ്സിൻ്റെ കാര്യത്തിൽ അരി വെച്ച് അരച്ചിട്ടുണ്ടാക്കുന്നതാണ് കൂടുതൽ സോഫ്റ്റായിട്ട് തോന്നിയത്. പിന്നെ അരിപ്പൊടി വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ഈസിയാണ്, കാരണം അരയ്ക്കാനും വെള്ളത്തിലൊന്നും വേണ്ടല്ലോ. അരിപ്പൊടി എടുത്ത് വെറുതെ കലക്കിയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുകയും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതുതായിട്ടുള്ള വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായി. താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.